Hi friends, welcome back to Candela Study Circle. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സെറ്റ് 8ലെ മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ മൈനർ ഓഫ് എലിമെൻറ്റ് 6 ഇൻ ദ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഡിറ്റർമിനൻറ്റിൽ 6ൻ്റെ മൈനർ ഓഫ് എലിമെൻ്റ് ആണ് നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി -6, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 8. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു 6ൻ്റെ മൈനർ ഓഫ് എലിമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് കണ്ടെത്താവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണോ കാണുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ 1 × 8 - 7 × 2 ചെയ്താൽ നമുക്ക് 6ൻ്റെ മൈനർ ഓഫ് എലിമെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് 8 - 14, ദാറ്റ് ഈസ് -6. അപ്പം ഈ ഒരു 6ൻ്റെ മൈനർ എലിമെൻ്റ് എന്ന് പറയുന്നത് -6 ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് എ മെട്രിക്സ് 2x2 മെട്രിക്സ് ആണ് 1 - 2 - 1 2 ആൻഡ് ബി 2 6 1 3 ദെൻ എ ബി ഈസ് ഈക്വൽ ടു. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് മെട്രിക്സ് എയും മെട്രിക്സ് ബിയും നൽകിയിട്ടുണ്ട്. മെട്രിക്സ് എ ബി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നമുക്ക് 4 ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എ ആണ്, ഇത് ബി ആണ്. അപ്പം എ ബി ആണ് കാണേണ്ടത്. എ ബി ഈസ് ഈക്വൽ ടു 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. നെക്സ്റ്റ് -2 × 1 എന്ന് പറഞ്ഞാൽ -2 ആണ്. നെക്സ്റ്റ് ഇവിടെ 1 × 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. -2 × 3 എന്ന് പറഞ്ഞാൽ -6 ആണ്. നെക്സ്റ്റ് -1 × 2 എന്ന് പറഞ്ഞാൽ -2 ആണ്. 2 × 1 എന്ന് പറഞ്ഞാൽ +2 ആണ്. നെക്സ്റ്റ് -1 × 6 എന്ന് പറഞ്ഞാൽ -6 ആണ്. 2 × 3 എന്ന് പറഞ്ഞാൽ +6 ആണ്. ഇപ്പോൾ ഇവിടെ 2 - 2 0 ആണ്. നെക്സ്റ്റ് 6 - 6 0 ആണ്. -2 + 2 0 ആണ്. ഇവിടെ -6 + 6ഉം 0 ആണ്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് നൾ മെട്രിക്സ് ആണ്. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഫൈൻഡ് y ഓഫ് x ഇഫ് dy/dx is equal to x³ log 4x. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് y ഓഫ് എക്സിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത് dy/dx is equal to x³ log 4x എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു dy/dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് y ഓഫ് എക്സ് കിട്ടും. സോ എന്താണ് നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്നത് നോക്കാം. സോ ഇൻ്റഗ്രൽ ഇപ്പോൾ ഇവിടെ x³ log 4x. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ വരുന്നത് x⁴/4 × log 4x മൈനസ് ഇൻ്റഗ്രൽ 1/4x × 4 × x⁴/4 എന്ന് വരും. നമുക്കിവിടെ 4ഉം 4ഉം കട്ട് ചെയ്യാം. ഇവിടെ ഒരു എക്സും ഇവിടുത്തെ ഒരു x⁴ ഒരു എക്സും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ വരുന്നത് log 4x × x⁴/4 മൈനസ് ഇപ്പോൾ ഇവിടെ 1/4 പുറത്ത് വന്നാൽ ഇൻ്റഗ്രൽ x³ എന്ന് വരും. സോൾവ് ചെയ്യുകയാണെങ്കിൽ log 4x x⁴/4 മൈനസ് 1/4 × x⁴/4. അപ്പോൾ ഇത് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് log 4x × x⁴/4 മൈനസ് 4 × 4 16 ആണ്, x⁴/16. അപ്പോൾ ഇതാണ് ഈ ഒരു y ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ, log 4x x⁴/4 മൈനസ് x⁴/16. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 + 3i. ഇപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 2 + 3iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ 2 - 3i/13, ഓപ്ഷൻ ബി 2 + 3i/13, ഓപ്ഷൻ സി -2 - 3i/13, ഓപ്ഷൻ ഡി -2 + 3i/13. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ a/a² + b² plus
I into minus b divided by a square plus b square. ഇപ്പോൾ ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നതിൽ a is equal to 2 ആണ്, b is equal to 3 ആണ്. അപ്പോൾ ഇവിടെ a square plus b squareൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 4ഉം ഇവിടെ 9ഉം ആണ്, എൻ്റെ വാല്യൂ 13 ആണ്. ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കാം. ഇവിടെ 2 ഡിവൈഡഡ് ബൈ 13 പ്ലസ് ഇവിടെ i മൈനസ് 3 ഡിവൈഡഡ് ബൈ 13. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 2/13 മൈനസ് i ബൈ 3/13. അപ്പോൾ ഇത് കോമൺ ആക്കി എഴുതുകയാണെങ്കിൽ 2 മൈനസ് i അല്ലെങ്കിൽ 2 മൈനസ് 3i ബൈ 13 എന്ന് വരും. സോ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, 2 മൈനസ് 3i ബൈ 13. അടുത്ത ചോദ്യം, ദ മാക്സിമം വാല്യൂ ഓഫ് xy പ്ലസ് 5 സബ്ജക്റ്റ് ടു 2x plus y is equal to 4 is. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 7. അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 5 എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് അതിൻ്റെ കൂടെ തന്നെ 2x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4 നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് എക്സിൻ്റെ വാല്യൂവും വൈൻ്റെ വാല്യൂ അറിയണം. അപ്പോൾ നമുക്ക് ഈ നൽകിയിരിക്കുന്ന കാര്യത്തിൽ നിന്നും y is equal to 4 minus 2x എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക് ഫംഗ്ഷനിലേക്ക് ഈ ഒരു വാല്യൂ കൊടുക്കാം. സോ ഇവിടെ വരുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈയുടെ വാല്യൂ 4 minus 2x ആണ്, 4 minus 2x പ്ലസ് 5. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 4x minus 2x സ്ക്വയർ പ്ലസ് 5. ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. ഇനി നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. സോ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് 4 മൈനസ് 2x സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4x എന്ന് കിട്ടും. എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 4 മൈനസ് 4x ആണ്. ഇനി നമുക്ക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആക്കി പരിഗണിക്കുക. നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ 4 മൈനസ് 4x ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ 4 ഇസ് ഈക്വൽ ടു 4x എന്ന് വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ ഒരു വൈയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ കിട്ടും. സോ y is equal to 4 minus 2 into 1, that is 4 minus 2 is equal to 2. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂം കിട്ടി, വൈൻ്റെ വാല്യൂം കിട്ടി. ഇനി നമുക്ക് ഈ ഫംഗ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 2 ആണ്, പ്ലസ് 5. സോ 1 into 2 2, 2 plus 5 ആണ് 7. അപ്പം ഈ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് 4x square plus 2x minus 6 is equal to 0 has the real roots a and b, find a minus b the whole square. ഓപ്ഷൻ എ 2.25, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 6.25, ഓപ്ഷൻ ഡി 4. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് 4x square plus 2x minus 6 is equal to 0. അപ്പം ഈ ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ് എയും ബിയും ഉണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ട്സിൻ്റെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നമുക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2 വെച്ചിട്ട് നമുക്ക് റൂട്ട്സ് കാണാം. സോ അവിടെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. സോ ഇവിടെ ബിയുടെ വാല്യൂ 2 ആണ്, മൈനസ് 2 പ്ലസ് 4 മൈനസ് റൂട്ട് ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2ൻ്റെ സ്ക്വയർ 4 ആണ്, മൈനസ് 4 ഇൻറ്റു എയുടെ വാല്യൂ ഇവിടെ 4 ആണ്, ദെൻ സിയുടെ വാല്യൂ മൈനസ് 6 ആണ്, ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ 4 ആണ്. 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8 ഇസ് ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 4 മൈനസ് റൂട്ട് 4 മൈനസ് 4 4 16, 16 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 96 ആണ്. സോ ഇവിടെ മൈനസ് ഉണ്ട്, ഇപ്പോൾ ഈ ഒരു മൈനസ് കൊണ്ട് പ്ലസ് ആയിട്ട് മാറും, ഡിവൈഡഡ് ബൈ 8 ഇസ് ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 4 മൈനസ് ഇവിടെ 4 പ്ലസ് 96 റൂട്ട് 100, റൂട്ട് 100ൻ്റെ വാല്യൂ 10 ആണ്, ഡിവൈഡഡ് ബൈ 8. സോ ഇനി റൂട്ട്സ് നോക്കുകയാണ്, ഇവിടെ മൈനസ് 2 പ്ലസ് 10 ഡിവൈഡ് ബൈ 8ഉം മൈനസ് 2 മൈനസ് 10 ഡിവൈഡഡ് ബൈ 8ഉം. മൈനസ് 2 പ്ലസ് 10 ഡിവൈഡ് ബൈ 8 ദാറ്റ് ഈസ് 8 ബൈ 8 ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് ഇവിടെ മൈനസ് 12 ബൈ 8 എന്ന് വരും, ദാറ്റ് ഈസ് മൈനസ് 3 ബൈ 2. അപ്പോൾ ഇവിടെ റൂട്ട്സ് 1 1ഉം നെക്സ്റ്റ് മൈനസ് 3 ബൈ 2 ആണ്. നമുക്ക് എ മൈനസ് ബി
ദ ഹോൾ സ്ക്വയർ ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ 1 മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 1 പ്ലസ് 3/2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 into 2 2 ആണ്, 2 plus 3/2 ദാറ്റ് ഈസ് 5/2 ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ 5ൻ്റെ സ്ക്വയർ 25 ആണ്, ദെൻ ഡിവൈഡഡ് ബൈ 2യുടെ സ്ക്വയർ 4 ആണ്. സോ 25/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6.25 ആണ്. ഓപ്ഷൻ സി ആണ് ശരിത്തരം, 6.25. അടുത്ത ചോദ്യം, ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 4, 5 ഹാവിംഗ് ദ സെൻറ്റർ അറ്റ് 2, 2 ഈസ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ നൽകിയിരിക്കുന്ന സെൻറ്റർ എന്ന് പറയുന്നത്, സെൻറ്റർ നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത് എച്ചിൻ്റെയും കെയുടെയും വാല്യൂ ദാറ്റ് ഈസ് 2, 2 ആണ്. പാസ് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് നൽകിയിട്ടുണ്ട് 4ഉം 5 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. സോ സെൻറ്റർ എച്ചും കെ ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. സോ നമുക്കിനി ആറിൻ്റെ വാല്യൂ കാണണം. സോ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 - 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 - 2 ദ ഹോൾ സ്ക്വയർ. ഈ ഒരു വാല്യൂ വരുന്നത് 4 - 2 എന്നാൽ 2 ആണ്, 2 സ്ക്വയർ 4 ആണ്, പ്ലസ് 5 - 2 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3യുടെ സ്ക്വയർ 9 ദാറ്റ് ഈസ് 13 ആണ്. ആർ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് 13 കിട്ടി. ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് എച്ചിൻ്റെയും കെയുടെയും വാല്യൂ കൊടുക്കുക, ആൻസറിലേക്ക് എത്താം. സോ ഇവിടെ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ചിൻ്റെ വാല്യൂ 2 ആണ്, എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെയുടെ വാല്യൂ 2 ആണ്, ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 എന്ന് വരും. ആർ സ്ക്വയറിൻ്റെ വാല്യൂ 13 ആണ്. സോൾവ് ചെയ്യുകയാണ്. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4, നെക്സ്റ്റ് ഇനി ഇവിടെ വരുന്നത് പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 ഇസ് ഈക്വൽ ടു 13. ഇവിടെ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും ടേം അടുപ്പിച്ച് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 4y. ഇനി ഇവിടെ ഒരു പ്ലസ് 4 ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 4 ഉണ്ട്, ഇവിടെ ഒരു 13 ഉണ്ട്. ഈ 13 സമത്തിന് പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആവും. സോ 8 - 13 എന്ന് പറഞ്ഞാൽ -5 ആണ്, ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 4y മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. ഈ ഒരു ഓപ്ഷൻ നമുക്ക് നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ബിയിലാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് ഇഫ് ദ ഇക്വേഷൻ ഓഫ് എലിപ്സ് ഈസ് x² / 9 പ്ലസ് y² / 4 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ആണ്. അപ്പോൾ നൽകിയിരിക്കുന്ന എലിപ്സിൻ്റെ ഇക്വേഷൻ x² / 9 ഈസ് ഈക്വൽ ടു y² / 4 ആണ്, ഈസ് ഈക്വൽ ടു 1. 9 എന്ന് പറഞ്ഞാൽ a² ആണ്, 4 എന്ന് പറഞ്ഞാൽ b² ആണ്. സോ എയുടെ വാല്യൂ 3യും ബിയുടെ വാല്യൂ 2 ആണ്. ഇവിടെ a ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പം ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് നമ്മൾ കാണാനുള്ള ഇക്വേഷൻ 2b ആണ്. സോ 2b ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 × 2 ദാറ്റ് ഈസ് 4. അപ്പോൾ ഇവിടുത്തെ മൈനർ ആക്സിസ് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 4 ആണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് യു ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 ഈസ് എ യൂണിവേഴ്സൽ സെറ്റ്, ദെൻ എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 3 and b is equal to set 3 4 5, then find a complement intersection b complement. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു നമുക്ക് സെറ്റ് 1 2 3 4 5 6 എന്ന് നൽകിയിട്ടുണ്ട്. ദെൻ സെറ്റ് എ എന്ന് പറയുന്നത് 2 3 ആണ്, സെറ്റ് ബി എന്ന് പറയുന്നത് 3 4 5 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നമുക്ക് എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. സോ നമുക്ക് എ യൂണിയൻ ബി കാണാം. സോ എ ഇതാണ്, ബി ഇതാണ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 2 3 4 5 ആണ്. ഇതാണ് എ യൂണിയൻ ബി, എ യൂണിയൻ ബിയുടെ വാല്യൂ.
ഇനി നമുക്ക് കാണേണ്ടത് എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ്. സോ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? എ യൂണിയൻ ബി മൈനസ് ചെയ്യുക. സോ ഇവിടെ കിട്ടുന്നത്, ഇപ്പോൾ നമുക്കിവിടെ നൽകിയിരിക്കുന്നത് 2 3 4 5 ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഇല്ലാത്തത് ഇനി 1ഉം 6ഉം ആണ്. സോ 1 6 ആണ്. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് വാല്യൂ സെറ്റ് 1 6 ആണ്. സോ ഓപ്ഷൻ സി ആണ് ശരിത്തരം, 1 6. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.